ഹായ്. മാട്ടുമന്തയിലുള്ളത് പൊതു ശ്മശാനമാണ്. അതായത് പാലക്കാട് നഗരസഭയിലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുപോലെ സംസ്കരിക്കാൻ കഴിയുന്ന ഇടം. 10 ഏക്കർ ഭൂമിയിലെ 20 സെന്റാണ് വലിയപാടം NSS കരയോഗത്തിന് നഗരസഭ അളന്ന് തിട്ടപ്പെടുത്തി നൽകിയത്. NSS സ്ഥലം മതിൽ കെട്ടി തിരിക്കുകയാണ്. 20 സെന്റ് സ്ഥലമാണ് ഇവിടെ NSSന് വേണ്ടി പൊതു ശ്മശാനത്തിൽ അനുവദിക്കുന്നത്. ഇങ്ങനെയുള്ള പൊതു ശ്മശാനങ്ങളിൽ ഒരു ജാതി സംഘടനയ്ക്ക് സ്ഥലം അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പൊതു ശ്മശാനത്തിൽ ഇത്തരത്തിൽ വിവിധ ജാതിമത സംഘടനകൾക്ക് സ്ഥലം പകുത്തു നൽകാനുള്ള നീക്കം നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത്തരത്തിൽ ഈ സംഘടനയെ പോലെ തന്നെ മറ്റു സംഘടനകളും സ്ഥലം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായി മുനിസിപ്പാലിറ്റി ഇതെന്താ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ റീസെന്റ് നടന്ന ഒരു പ്രതിഭാസം, അതായത് വേടൻ 5 വർഷം മുമ്പ് ഒരു പാട്ടുപാടി. പാട്ടെന്നല്ല, റാപ്പ് സംഗീതം. അതിനകത്ത് മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്, ഇവിടെയുള്ള ഭരണാധികാരികൾ, വാളെടുത്ത ഭരണാധികാരികൾ, സ്വന്തം പൗരനെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുത്ത ഭരണാധികാരി, ഒരു ഭരണ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. എല്ലാവരും ഈക്വലായിട്ട് അവർ കൺസിഡർ ചെയ്യണം. ജനാധിപത്യം അതാണ്. പക്ഷെ ഫാസിസം മെന്റാലിറ്റിയുള്ള ഇങ്ങനെ അവിടെ കയറിയിരുന്നിട്ട് ആദ്യം ചെയ്തത്, മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നപ്പോൾ തന്നെ ജനതയെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനായിട്ട് അനുവാദം കൊടുക്കുക മാത്രമല്ല, അതിന് ഹെൽപ്പും ചെയ്തു കൊടുത്തു എന്ന് അതിനകത്തെ പ്രതി പുറത്തു വന്ന് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതിയിൽ അയാളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അതിനെതിരെ വേടനെ പോലുള്ളവർ പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വേടൻ പറഞ്ഞ ഇതാണ് കപട ദേശീയവാദി എന്നാണ്. 5 കൊല്ലം മുമ്പ് കപട ദേശീയവാദി എന്ന് മാത്രം പറഞ്ഞിരുന്ന ആൾ ഇപ്പം മോദി കപട ദേശീയവാദി എന്ന് തന്നെ പറയുന്നുണ്ട്. മോദി തന്നെയാണ് പറഞ്ഞതെന്ന് ഏറ്റും പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യം എന്താണെന്ന്, ഭരണഘടനയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അംബേദ്കറിന്റെ ഫോളോവറാണ്, അംബേദ്കറിസ്റ്റാണ്. അദ്ദേഹത്തിന് ആ ധൈര്യം കൊടുത്തത് അംബേദ്കർ തന്നെയാണ്. ദളിത് വംശജനാണ് അംബേദ്കറും, സെയിം ഇദ്ദേഹവും അത് തന്നെയാണ്. അമ്മ ശ്രീലങ്കയിൽ നിന്ന് വന്നതുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്, അവൻ ഉന്നത കുലജാതൻ എന്നാണ് പറയുന്നത്. ഈഴവരൊക്കെ എന്നടേ ഉന്നത കുലരായത് അറിയത്തില്ല. ഈ വൈക്കം സത്യാഗ്രഹവും ഈ ക്ഷേത്രപ്രവേശനത്തിനുള്ള വിളംബരവും ഒക്കെ വരുന്ന 1930 വരെ ഇവർ ഉന്നതരായിരുന്നില്ല. 12 അടി 24 അടി 36 അടിയൊക്കെ ദൂരോട്ട് നടന്ന മനുഷ്യരായിരുന്നു എന്ന് ഓർത്തണം. ഇത് പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ആരാണ് ഈ വേടനെ ആക്രമിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വേടൻ പിടിക്കപ്പെട്ടപ്പോൾ കഞ്ചാവുമായിട്ടും അതേപോലെ പുലിനഖത്തിന്റെ പേരിലും പിടിക്കപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പിൽ അകത്താക്കിയ സമയത്തും ആരാണ് വേടനെ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ജാതീയവാദത്തിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത് ചെയ്തു എന്നുള്ളത് ഭയങ്കര അതിശയമായിരുന്നു. അടുത്ത ഒരു പ്രോഗ്രാമിൽ, സർക്കാർ തല പ്രോഗ്രാമിലേക്ക് വേടനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൈ കഴുകി. അപ്പം മനസ്സിലായത് സംതിങ് വേറെ ആരുടെയോ കളിയാണെന്ന്. ദേ വന്നു ചാടി നമ്മുടെ പാലക്കാട് നഗരസഭാ മേയർ മിനി കൃഷ്ണകുമാർ വന്ന് ചാടിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത അജണ്ട, ദാറ്റ് സ്പെസിഫിക് തല ഈസ് ചാണകത്തല, BJP തല. അപ്പോൾ അവർ വന്ന് ചാടിയത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? സത്യത്തിൽ പാലക്കാട് നഗരസഭയിൽ നടക്കുന്ന ഒരു വലിയ ക്രൈം, അല്ലെങ്കിൽ പിന്നോട്ട് നമ്മളെ സഞ്ചരിപ്പിക്കുന്ന, ഇപ്പം അത് നമ്മൾ കുറ്റമൊന്നും പറയണ്ട, നമുക്ക് നൊക്ലാജിയാണല്ലോ. നൊക്ലാജിക്ക് നമ്മൾ ചട്ടിച്ചോറ് വാങ്ങിച്ചിനും പഴങ്കഞ്ഞി വാങ്ങിച്ചിനും നമുക്കിതൊക്കെ നൊക്ലാജിയാണ്. പണ്ടത്തെ ദാരിദ്ര്യത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇതൊക്കെ. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന മനുഷ്യരാണ്. ചട്ടിക്കകത്ത് അവസാനം വരുന്ന ആ കുറച്ച് പറ്റിയിരിക്കുന്ന കറിയാണ് മിക്കവാറും വീട്ടിലുള്ളവർക്ക് കിട്ടുക. അത് കഴിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നൊക്ലാജിയ കളിക്കുന്നത് ഒരു സമയത്തെ പട്നിയാണ്. ഇന്നത്തെ കാലത്ത് പ്രാതലിന് ചിലർക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം ഇങ്ങനെ വെറൈറ്റിയൊക്കെ ഉള്ളിടത്ത് പണ്ട് പഴഞ്ഞിയേ ഉണ്ടായിരുന്നുള്ളൂ, പഴം കഞ്ഞിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും നമ്മൾക്കത് നൊസ്റ്റാൾജി ആവുന്നത് അതിൻ്റെ ടേസ്റ്റുമാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടെന്നുള്ളതാണ്. അതേപോലെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ച് സഞ്ചരിക്കാനുള്ള വഴിയാണ് ഇവറ്റകൾ ശ്മശാനത്തിൽ പോലും തുറന്നു വെച്ചത്. ശ്മശാനം എന്ന് പറയുമ്പം മരിച്ചു പോയവർക്ക് എന്ത് ജാതി മതം, മരിച്ചു പോയവർക്കൊക്കെ എന്ത് ഇതാണ്. അപ്പോൾ അവിടെ എന്താ വർക്ക് ചെയ്ത്? ഋഗ്വേദത്തിൽ പറയുന്ന ബ്രാഹ്മണനെ ദഹിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ബ്രാഹ്മണൻ ദഹിപ്പിക്കുന്നതിന് മുമ്പ് സുന രക്ഷ യന്ത്രമന്ത്ര പറയണം, സുന രക്ഷിച്ചു വെക്കണം. അതിപ്പം എല്ലാത്തിലും ഉണ്ട്, ഇരുമ്പ് കെട്ടിയിട്ടുണ്ട് പോകണമെന്നൊക്കെ കാമിത എന്ന് പറയുന്ന കണക്ക്. ഇത് പ്രത്യേക ക്ലാസ്സാണ്, സ്പെഷ്യൽ ക്ലാസ്സാണ്. ഞാനല്ല പറയണത്, ഈ സ്പെഷ്യൽ ക്ലാസ്സാണെന്ന് എഴുതി കൊടുത്തത് ഗവൺമെൻറ്റാണ്, അതും കോടതിക്കാണ് എഴുതി കൊടുത്തത്. ബ്രാഹ്മണർ സ്പെഷ്യൽ ക്ലാസ്സാണ്, അത് അവരുടെ വേദഗ്രന്ഥത്തിലൊക്കെ പറയുന്നതാണ്. ഋഗ്വേദത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇവരുടെ സുന രക്ഷ യന്ത്ര മന്ത്രം പറഞ്ഞിട്ട് വേണം ഇവരെ ദഹിപ്പിക്കാൻ. അപ്പം നമുക്ക് വിചാരിക്കും ദഹിപ്പിക്കുമ്പോൾ ഇവരെ സുന കത്തത്തില്ലെന്ന്. ഇവരുടെ ആത്മാവിനും ഇതുണ്ടേ. ആ പറയുന്ന ആത്മാവിൻ്റെ സുന കത്തിപ്പോകാതിരിക്കാൻ, ഇത് കത്തിക്കുമ്പോൾ മൊത്തം കത്തി അങ്ങ് പോവുകയെ, ശുന മാത്രം കത്താതിരിക്കാൻ അതിൻ്റെ ഈ ഒരു യന്ത്രമന്ത്രം ജപിക്കാനുണ്ട്. അങ്ങനെ ഒരു കെട്ടിടം തന്നെയുണ്ട് ഈ പാലക്കാട് നഗരസഭയുടെ ശ്മശാനത്തിൽ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 20 സെന്റ് സ്ഥലം ഈ NSSകാർക്ക് വേണം, അതായത് നായർ കമ്മ്യൂണിറ്റിയുടെയാണ് NSS, അത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിന് തനിയെ മതിലും കെട്ടി അവിടെ NSS കാര്യാലയത്തിൻ്റെ ഒരു തനിയെ സെക്ഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. 6 ഏക്കർ വസ്തുവകകളിൽ 20 സെന്റ് ഇവർക്ക്
ഇവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ 12% വരുന്ന 10% വരുന്ന നായർ കമ്മ്യൂണിറ്റി ഇത് ചോദിക്കുമ്പോൾ ബാക്കി കമ്മ്യൂണിറ്റി വന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഒരു വിഭജനമല്ലേ നടക്കുക? എല്ലാം കൊണ്ടും ജാതി വർണ്ണ വിവേചനം പാടില്ല എന്ന് പറയുന്ന ഒരു ഭരണഘടനയിൽ അണ്ടറിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ജാതീയ വേർതിരിവ് ശ്മശാനത്തിനകത്ത് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാഹ്മണന്റെ ഹൈ ക്ലാസ് കൊണ്ട് അവർക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഓൾറെഡി കിട്ടി, ഇനി ഇവർക്കും കൂടെ കൊടുക്കണം. തുലവും തുച്ഛമായ പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിരിക്കുന്ന ഇവർക്ക് ചട്ടവട്ടങ്ങളും രീതികളും ഉണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ ചെയ്യൂ. അത് പൊതു ഇടമല്ലേ, പൊതു ശ്മശാനമല്ലേ. അവിടെ ക്രിസ്ത്യാനിയെ അടക്കാം, ഹിന്ദുവിനെ അടക്കാം, മുസ്ലിമിനെ അടക്കാം, ആരാണെങ്കിലും അടക്കാം. അവരവരുടെ രീതികൾ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ഈ വിഷയം വേടൻ്റെയോടൊപ്പം കോട്ടി പിടിക്കാൻ മിനി കൃഷ്ണകുമാർ പോയതോടുകൂടി പബ്ലിക്കിലേക്ക് വന്നു. സൂപ്പറായിട്ട് പബ്ലിക്കിലേക്ക് എടുത്തങ്ങിട്ടു. എന്തായിരുന്നു പബ്ലിക് അത് എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ നഗരസഭാ മേയറാണെന്നും ഇവരിങ്ങനെ ഒരു കാര്യത്തിന് പെർമിഷൻ കൊടുത്തെന്നും ഈ ഒരു വേർതിരിവ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം പബ്ലിക്കിലേക്ക് വന്നു. അതോടെ BJPക്ക് മനസ്സിലായി അവരുടെ യഥാർത്ഥ അജണ്ട പബ്ലിക്കിലേക്ക് എത്തും. അവർക്ക് ജാതി വിവേചനം ഉണ്ട്, 100% ഉണ്ട്. അവർ ജാതി വെച്ച് തന്നെയാണ് നടക്കുന്നത് പലയിടങ്ങളിൽ. ഇവിടെ നിന്നല്ല, നോർത്തിലൊക്കെ അത് ഭീകരമായിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ കണ്ടത്, അയാൾ സർപഞ്ച് എന്ന് പറയുന്നത്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് തലത്തിലുള്ള ഒരാളാണ്. ഗ്രാമങ്ങളിലൊക്കെ സർപഞ്ച് എന്ന് പറയുന്നത് മുഖ്യനാണ്. ആ മുഖ്യനെ വിളിക്കുകയാണ്. ഒരു പക്ഷേ SC കാറ്റഗറിയിലുള്ള മുഖ്യനായിരിക്കാം. അയാൾ വേദിയിലേക്ക് വരുമ്പം ഈ ആയമ്മ എന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് SC ആണ്, താഴെ തന്നെ നിന്നാൽ മതി എന്ന്. ഇവർക്കൊപ്പം സവർണർക്കൊപ്പം നിൽക്കാനുള്ള ഒരു അധികാരം ആ നാട്ടിലെ സർപഞ്ച്, അതായത് മുഖ്യനിക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ജാതീയ വേർതിരിവ് ഭീകരമായിട്ടുണ്ട്. ഇവർ പറയുന്നത്, ഇപ്പോഴുള്ളവർ പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് വേർതിരിവ്, അല്ലാതെ ജാതീയമായി വേർതിരിവില്ലെന്ന്. ശുദ്ധ നുണയാണ്. 1930-കളിലാണ് നമ്മളിവിടെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. അപ്പോൾ എത്ര വർഷം മുമ്പ്, ഒരു 100 കൊല്ലം ആകുന്നില്ല. 100 കൊല്ലത്തിന് ഇനിയും വേണം അത്ര 5 കൊല്ലം. 95 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഭയങ്കര ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടിയത് അപ്പോഴാണെന്നൊന്ന് ഓർത്തു നോക്കണം. അത്രത്തോളം ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു നാട്ടിൽ അത് മാറി വരാൻ വേണ്ടി മനുഷ്യർ സ്വയം ബലിയർപ്പിച്ചൊരു നാട്ടിൽ ഇനിയും അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഈ BJP സർക്കാർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് വെളിവായില്ലേ? വാർത്ത നമുക്കൊന്ന് കേൾക്കാം. മാട്ടുമന്തയിലുള്ളത് പൊതു ശ്മശാനമാണ്. അതായത് പാലക്കാട് നഗരസഭയിലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുപോലെ സംസ്കരിക്കാൻ കഴിയുന്ന ഇടം. 10 ഏക്കർ ഭൂമിയിലെ 20 സെന്റാണ് വലിയപാടം NSS കരയോഗത്തിന് നഗരസഭ അളന്ന് തിട്ടപ്പെടുത്തി നൽകിയത്. NSS സ്ഥലം മതിൽ കെട്ടി തിരിക്കുകയാണ്. 20 സെന്റ് സ്ഥലമാണ് ഇവിടെ NSSന് വേണ്ടി പൊതു ശ്മശാനത്തിൽ അനുവദിക്കുന്നത്. ഇങ്ങനെയുള്ള പൊതു ശ്മശാനങ്ങളിൽ ഒരു ജാതി സംഘടനയ്ക്ക് സ്ഥലം അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പൊതു ശ്മശാനത്തിൽ ഇത്തരത്തിൽ വിവിധ ജാതിമത സംഘടനകൾക്ക് സ്ഥലം പകുത്തു നൽകാനുള്ള നീക്കം നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത്തരത്തിൽ ഈ സംഘടനയെ പോലെ തന്നെ മറ്റു സംഘടനകളും സ്ഥലം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായി മുനിസിപ്പാലിറ്റിക്ക് അവർക്കും സ്ഥലം അനുവദിക്കേണ്ടി വരും. ജാതി സമ്പ്രദായത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് നടക്കുന്നതെന്നാണ് ആരോപണം. ഈ ശ്മശാനത്തിനകത്ത് ധാരാളം ജാതിമത സംഘടനകളുടെ ഉപശ്മശാനങ്ങൾ ഉയരുകയും ചെയ്യും. ഇത് പഴയ കാലഘട്ടത്തിലേക്കുള്ള ജാതി കേരളത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കും. ഇത് മഴ നനയാതിരിക്കാൻ ഷെഡ് നിർമ്മിച്ച് തരണമെന്നാവശ്യപ്പെട്ട് 2023 NSS കത്ത് നൽകിയിരുന്നു. ഷെഡ് നിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് അറിയിച്ചപ്പോൾ സ്വന്തം നിലയിൽ പണിയാമെന്നായി. കൗൺസിൽ യോഗത്തിൽ ഏകകണ്ഠേനയാണ് തീരുമാനം അംഗീകരിച്ചതെന്നും എല്ലാ ജാതി മത വിഭാഗക്കാർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് NSS കരയോഗം ഷെഡ് പണിയുന്നതെന്നും നഗരസഭ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ജാതി ഇവിടെ ഉണ്ട്, അത് ഇല്ല എന്ന് പറയുന്നത് കളവാണ്. അപ്പോൾ വേടനെ പോലുള്ളവർ ശബ്ദിക്കുമ്പോൾ അവിടെ ഒരു ക്രൗഡ് പുൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺ തന്നെ ഈ ജാതീയ വ്യത്യാസം അനുഭവിക്കുന്ന മനുഷ്യർ അതിനകത്ത് കൂടെ ഉണ്ടെന്നുള്ളതാണ്. മറ്റാരെ കൊണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും ജനസാഗരം അവനെ കൊണ്ട് സ്വരൂപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം വർണ്ണവെറിയും ജാതി വെറിയും ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ പറയും അതേ കൂടൽമാണിക്യം എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കഴകക്കാരനാണ്, മാലകെട്ടുകാരനിക്ക് MA റാങ്ക് ഹോൾഡറായ ഒരുത്തനെ അതിനകത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നില്ല, അവൻ്റെ ജാതി നോക്കിയിട്ട്. ആദ്യം ഉണ്ടായിരുന്നവരും ഈഴവൻ, അവൻ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റ് റാങ്ക് ഹോൾഡറായ ആൾ തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെയും ജാതി വ്യത്യാസം കൊണ്ട് അവർ കയറ്റത്തില്ല. അയാൾക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇന്നും അമ്പലങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈം ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് പറയുമ്പോൾ ഇവൻ പറയുന്ന വട്ടാണ്, അവന് ശരിയല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത് നല്ലൊരു ഇതാണ്. മാത്രമല്ല ഇത് നോക്കുക, ഈ പിക്ചർ നോക്കുക. ഈ പിക്ചറിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സൈക്കോ ടീമാണ്. ആര്? യുക്തിവാദി ടീം. സൈക്കോ ടീം പോയി ഈ പറഞ്ഞ NSSന് കൊടുത്ത ആ മതിൽ പൊളിച്ചങ്ങോട്ട് മാറ്റിയിട്ട് തിരിഞ്ഞു നിന്ന് നോക്കുകയാണ്. അടുത്തെങ്ങോട്ടെന്നറിയാം, ബ്രാഹ്മണന്മാർക്ക് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അത് പൊളിച്ചാലോ എന്നുള്ള ആലോചനയിലാണ്. അതിനെതിരെയും ഒരു ശക്തമായി പ്രക്ഷോഭം നടത്തും എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ യുക്തിവാദികൾക്ക് വേണ്ടി മുസ്ലിമിനെതിരെ ഇറങ്ങാൻ നിന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നല്ല, നമ്മുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അധമ കൃത്യങ്ങൾക്കെതിരെയും ഒക്കെ ശബ്ദിക്കേണ്ട മനുഷ്യരെ
വെറും അതപ്പതിച്ച വർഗമാക്കാൻ ഈ എച്ചിലുകൾക്ക് സാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇറങ്ങുന്നത്. ഇവർക്ക് കയ്യടിയാണ് കൊടുക്കേണ്ടത്. ഇത് അവർ കണ്ട ഉടനെ അവരുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടായി മതിൽ പൊളിച്ച് ദൂരെ കളഞ്ഞു പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ബ്രാഹ്മണന്മാരുടെ സുനായും കൂടെ എടുത്ത് ദൂരെ കളയുമ്പോൾ ശരിയാവും. സ്വർഗത്തിൽ പോയി അത്യാവശ്യം അവിടുത്തെ രംഭകളുമായിട്ട് രമിക്കാൻ വേണ്ടിയിട്ട് സുന കത്തിപ്പോകാതിരിക്കാൻ മന്ത്രവും ചൊല്ലി സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് സ്പെഷ്യൽ കൺസെൻട്രേഷനിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ക്ലാസ്സിനെയാണ് അവർ നിന്ന് നോക്കണം. സൈക്കോ ടീം രക്ഷയില്ല, അത് പൊളിച്ചേ അവർ മാറുള്ളൂ. ഏതായാലും അതിന് കാരണക്കാരിയായ മിനി കൃഷ്ണകുമാറിനെ നല്ല നമസ്കാരം, നല്ല നന്ദി പറയുന്നുണ്ട്. എന്തായാലും പെണ്ണുമ്പിളയ്ക്ക് BJPയിൽ നിന്ന് കാണാക്കിന് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ കാരണം ഈ ഒരു കാര്യം റിവീലായെന്ന് മാത്രമല്ല, ഇതിനാണ് അവർ ഇവിടെ അധികാരത്തിലേറാൻ നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കൂടെ പൊതുജനത്തിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടെ കുറച്ച് ഭാഗം ഞാൻ വേടൻ്റെ ഒരു പ്രസംഗം വയ്ക്കുന്നുണ്ട്, കേട്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾവേസ് വേടനൊപ്പം. താങ്ക് യു. എല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖമുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നെ തലപ്പാവിന് എന്ത് തിളക്കം. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയിൽ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? മഹാവീരൻ അയ്യങ്കാളി. ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എൻ്റെ ജനങ്ങളോട്. ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചെയ്യുന്നത് മഹാവീരൻ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളും ജയ് ഭീം നിങ്ങളും അതേ വഴിയിലൂടെ തന്നെ നടക്കുക, വിദ്യാഭ്യാസം നേടുക, അധികാര ശ്രേണിയിലേക്ക് എത്തുക. നമ്മുടെ ജനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. ജയ് ഭീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ സാധുജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടിത്തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ, ഓ മക്കളെ വരാടക്കം കാണണം. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന, നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള പട്ടികജാതി, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതന ധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറയ്ക്കും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല, ഞാനൊരിക്കലും ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. മഹാവീരനാണ് അയ്യോ. അപ്പോൾ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി, മക്കളെ വരാടാക്കണം ഒരു മിനിറ്റ്, അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. നന്ദി.